ഇപ്പോൾ പാലക്കാട് മുണ്ടൂർ കയറങ്കോടിൽ ഒറ്റയാന്റെ വിളയാട്ടം എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ജനവാസ മേഖലയിൽ സ്ഥിരമായി ആന എത്തുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ ചേരുന്നത്. നിഖിൽ, ഇപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞതേയുള്ളൂ കാട്ടാന ആക്രമണത്തിൽ കുട്ടമ്പുഴയിൽ. ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് നിഖിൽ? ഉന്മേഷ്, പാലക്കാട് മുണ്ടൂരിൽ കഴിഞ്ഞ കുറേ ദിവസമായി കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. മുണ്ടൂർ കയറാംകോട് പ്രദേശത്താണ് ഈ ഒറ്റയാൻ നിരന്തരം ജനവാസ മേഖലകളിൽ എത്തുകയും അവിടെ വ്യാപകമായിട്ടുള്ള കൃഷിനാശവും മറ്റും ഉണ്ടാക്കുകയും ചെയ്യുന്നത്. തുടർച്ചയായ 6 ദിവസമായി ഈ ഒറ്റയാൻ ജനവാസ മേഖലയിൽ എത്തുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ദേശീയപാതയ്ക്ക് അരികിൽ വരെ ഇന്നിപ്പോൾ ഒറ്റയാൻ എത്തി. തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും അവർ സംഭവ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചും മറ്റും ഇതിനെ കാട് കയറ്റുകയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിവിടെ ഒരു തുടർക്കഥയായി മാറുകയാണ്. നിരന്തരം ഈ ജനവാസ മേഖലയിലേക്ക് എത്തുകയും ഇവിടെ കൃഷിനാശമൊക്കെ വ്യാപകമായി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസമായി അവിടെ ഒരുപാട് കൃഷിനാശം ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. വൈകുന്നേരം 6 മണിയോടുകൂടി ഇത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങുന്നതിന് മറ്റും വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. നേരത്തെ ധോണിയിലെ വനവകുപ്പിന്റെ ക്യാമ്പിലെത്തി അവിടുത്തെ കുങ്കി ആനയെ ആക്രമിച്ച ഒറ്റയാനാണിത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന കാര്യം. ഉന്മേഷ്, ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകി.